നമസ്കാരം. തൃശ്ശൂരിൽ നടന്ന വെടിക്കെട്ട് അപകടത്തിൽ 13 പേര് മരണപ്പെട്ടു. 7-8 പേര് മരണത്തിനും ജീവിതത്തിനുമിടയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. മരണപ്പെട്ടവർക്ക് വേണ്ടി, മരണത്തിനും ജീവിതത്തിനുമിടയിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ ചോദ്യം ഇപ്പോൾ ചോദിച്ചില്ലെങ്കിൽ എപ്പോഴാണ് ചോദിക്കേണ്ടത്? ഹായ്, ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. ആരാണ് ഈ അപകടത്തിന്റെ ഉത്തരവാദി? എന്തിനു വേണ്ടിയാണ് പാവപ്പെട്ട മനുഷ്യനെ ബലിയാടുകളാക്കുന്നത്? വിശ്വാസത്തിന്റെ പേരിലാണ് എന്നാണ് മറുപടിയെങ്കിൽ ആ മറുപടി 8 മടക്കി പോക്കറ്റിൽ വെക്കാൻ ഞാൻ പറയും. ഇത് വിശ്വാസത്തിന്റെ ഭാഗമല്ല. ഒരു മതഗ്രന്ഥങ്ങളിലും ഒരു മതവും പറഞ്ഞിട്ടില്ല ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകൾ നടത്തുവാനും ആനകളെ റോഡിലിറക്കി എഴുന്നള്ളിക്കുവാനും. ഇത് ആഘോഷത്തിന്റെ ഭാഗമാണ്. ചില മനുഷ്യർ മനഃപൂർവ്വം വരുത്തി വെക്കുന്ന അപകടങ്ങളുടെ ഭാഗമാണ്. കേരളത്തിൽ ആദ്യമായി വെടിക്കെട്ട് അപകടം നടന്നതും ഇതേ തൃശ്ശൂരിലാണ്. പള്ളിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ 1952 ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ ഏതാണ്ട് 26ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. 100 കണക്കിന് പേർക്ക് അന്ന് പരിക്കേറ്റു. പിന്നീട് ശബരിമലയിൽ വെടിക്കെട്ട് അപകടമുണ്ടായി. ആ അപകടത്തിന് ശേഷം ഇപ്പോൾ ശബരിമലയിൽ പേരിന് മാത്രമാണ് വെടിക്കെട്ട് നടത്തുന്നതെങ്കിലും വലിയ വെടിക്കെട്ട് അപകടം ശബരിമലയിലും ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂരിൽ മാത്രം ഏതാണ്ട് 4ഓളം വെടിക്കെട്ട് അപകടങ്ങൾ നടന്നു കഴിഞ്ഞു. കേരളത്തെ വലിയ രീതിയിൽ ഞെട്ടിച്ച ഒരു വെടിക്കെട്ട് അപകടമാണ് കൊല്ലം പരവൂരിലെ പുറ്റിങ്ങലിൽ നടന്നത്. 2016 നടന്ന ആ അപകടത്തിൽ 111 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഏതാണ്ട് 300 പേർക്കോളം പരിക്കേറ്റു. കൈ നഷ്ടപ്പെട്ടവർ, കാല് നഷ്ടപ്പെട്ടവർ, കണ്ണ് നഷ്ടപ്പെട്ടവർ, കാഴ്ച നഷ്ടപ്പെട്ടവർ, അങ്ങനെ അനേകർ. അനുവദനീയമായതിൽ കൂടുതൽ വെടിമരുന്നുകൾ നിറച്ചും അനുവദനീയമല്ലാത്ത കെമിക്കലുകൾ നിറച്ചും വെടിക്കെട്ടുകളല്ല നടത്തുന്നത്. യഥാർത്ഥത്തിൽ സ്ഫോടനങ്ങളാണ് ഇന്ന് കേരളത്തിലെ പല ക്ഷേത്ര ഉത്സവ പറമ്പുകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുടരണോ എന്ന് നാം ചിന്തിക്കണം. ഹൈക്കോടതി കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തിന് 100 മീറ്റർ അപ്പുറം വേലി കെട്ടി തിരിക്കണമെന്ന് ഗവൺമെന്റിനോട് പറഞ്ഞപ്പോൾ, അത് പോലീസ് നടപ്പിലാക്കിയപ്പോൾ അന്ന് കുറെ ആചാര സംരക്ഷകര് ഇറങ്ങി പറഞ്ഞത് തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ്. ഈ പാവപ്പെട്ട മനുഷ്യനെ കേരളത്തിലാകെ കൊലക്കി കൊടുത്തപ്പോൾ ഈ ആചാര സംരക്ഷകർ ഒരക്ഷരം ഉരിയാടുന്നില്ല. ഇപ്പോ അവർക്ക് വേണ്ടുന്നത് വിശ്വാസികളെയല്ല, അവർക്ക് വേണ്ടുന്നത് വിശ്വാസത്തിന്റെ പേരിലുള്ള വോട്ടുകൾ മാത്രമാണ്. മറ്റൊന്ന്, കാട്ടിലെ ആനകൾ നാട്ടിലിറങ്ങി മനുഷ്യനെ കൊന്നതിൽ കൂടുതൽ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ നാട്ടിലെ ആനകൾ ഉത്സവപ്പറമ്പിൽ മനുഷ്യനെ കൊന്നിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയും. ഈ കൊടും ചൂടിൽ ആനകളെ ഉത്സവപ്പറമ്പിലെത്തിച്ച് വലിയ കാതടപ്പിക്കുന്ന പടക്കത്തിന്റെ ശബ്ദവും ഈ ചൂടും എല്ലാം കൊള്ളിച്ചു നിർത്തി മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കേണ്ടുന്ന ഇത്തരത്തിലുള്ള പ്രാചീന ആചാരങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒന്നും ഇത്തരത്തിലുള്ള കാടൻ ആചാരങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ ഉത്സവപ്പറമ്പുകളിൽ ആനകളെ എഴുന്നള്ളിക്കുന്ന രീതിയൊന്നുമില്ല. അവിടെ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ആചാരപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം നടത്തി ഉത്സവ പരിപാടികൾ നടക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ അവസ്ഥ ഇതാണോ? വിദ്യാസമ്പന്നരെന്നും പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്നവരെന്നൊക്കെ അവകാശപ്പെടുന്ന മലയാളികളാണ് പ്രാചീന കാലഘട്ടത്തിലെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ, ആഘോഷങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ആഘോഷ പേക്കൂത്തുകൾ അനുവദിച്ചുകൂടാ എന്നാണ് എൻ്റെ പക്ഷം. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടായേ മതിയാകൂ. ഇല്ലെങ്കിൽ ഇനിയും 100 കണക്കിന് ആളുകൾ കൈയും കാലുമില്ലാതെ ശവശരീരങ്ങളായി ചിന്നിച്ചിതറി പല ഉത്സവപ്പറമ്പുകളിലും വീഴും.